ഉച്ചക്കലത്തേക്ക് മീൻകറി ആക്കാമെന്ന് വിചാരിച്ചപ്പം ഒരു കൊതിയും വന്നു. അപ്പം എന്താ, പെട്ടെന്ന് ഒരുങ്ങി സൈക്കിളെടുത്ത് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ കാറ്റില്ല. പിന്നെ കാറ്റടിച്ചു. കുറച്ച് നേരം ഞാനും നിന്ന് കാറ്റൊക്കെ കൊണ്ടേ. നല്ല കാറ്റായിരുന്നു ഇന്ന്. അങ്ങനെ പിന്നെ നടക്കുന്നു. ഇവിടെ നടക്കാനേ പറ്റുള്ളൂ കേട്ടോ, സൈക്കിൾ കെട്ടാൻ പറ്റത്തില്ല. കസ്ബയ്ക്കകത്ത് കയറിയാൽ സൈക്കിളുമായിട്ട് നടക്കണം. അങ്ങനെ സൈക്കിൾ കെട്ടി ഞാൻ ലുലുവിലെത്തി. അപ്പോൾ ഉണ്ട്, സാധനം ഉണ്ട് കേട്ടോ. ഇതാണ് സാധനം, ചക്ക. ഫ്രോസനാണേ ലുലുവിൻ്റെ. 2 പാക്കറ്റ് എടുത്തു, ഓഫറുണ്ടായിരുന്നു. ഇവിടെ സൈക്കിളിങ്ങനെ വെച്ച് പൂട്ടിയില്ലെങ്കിലുണ്ടല്ലോ, കള്ളന്മാരെടുത്തിട്ട് പോവും. അതുകൊണ്ട് പൂട്ടി വെച്ചിരുന്നത്. അങ്ങനെ തിരിച്ചു വന്നപ്പം കസ്ബയുടെ അവിടെ എത്തിയപ്പം കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് സന്തോഷിപ്പിച്ചു. കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. എന്താ രസമല്ലേ, നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ ചെറിയൊരു യൂറോപ്പായത്, കസ്ബ കനാൽ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി മീൻ കറി വെക്കാനായിട്ട് ഒരുങ്ങി. നല്ല ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, ചക്ക കുഴയ്ക്കാം. മുമ്പ് കപ്പ പുഴുങ്ങിയതും ചക്ക ഇങ്ങനെയൊക്കെ സമയത്ത് ഉടയ്ക്കാനായിട്ട് അമ്മ എടുത്ത് തരും. മമ്മി പറയും, കുഴച്ചോ, ഇനിയിപ്പം ഒന്നെങ്കിൽ ഇടികല്ലോ അതൊക്കെ എടുത്താണ് തരുന്നത്. ആഹാ, കുഴ നല്ല ചക്ക കുഴച്ചു. അരപ്പ് തിളച്ചു, മീനിട്ട്. നല്ല മീനാണേ, പൊന്നാര മീനായിരുന്നു. അങ്ങനെ മീൻ കറിയും സെറ്റായി. ഇപ്പോൾ കഴിച്ചാലോ. എനിക്ക് ഈ ചക്ക പുഴുക്കും കപ്പ പുഴുക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ എന്താ എനിക്കറിയില്ല. എന്തായാലും കുറച്ച് ബീട്രൂട്ട് തോരനോടെ ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പോൾ അതുകൂടെ കൂട്ടി കുശാൽ, എന്താ പറയുക, അന്തസ്. ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് ആസ്വദിച്ച് കഴിച്ചു. പിള്ളേർക്ക് ഇതൊന്നും ഇഷ്ടമെന്ന് പറയാം. ഞാൻ ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് കൊടുക്കും, എല്ലാം ടേസ്റ്റ് അറിയണമല്ലോ. അങ്ങനെ കുഞ്ഞുനാളത്തെ കാര്യങ്ങളാണെങ്കിലുണ്ടല്ലോ, നല്ല മീൻ കൊണ്ടുവരുമേ ചാച്ചൻ. അപ്പം ചക്ക സീസണാണെങ്കിൽ ചക്കയും കാണും, അല്ലെങ്കിൽ കപ്പ കാണും. എന്നിട്ട് ഉച്ചയ്ക്ക് കറിയൊക്കെ വെച്ചു. എന്താ പറയുക, എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കും. സ്കൂളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കും ഉച്ചയ്ക്ക്. അപ്പോൾ ആ ഒരു ഓർമ്മ നല്ല ടേസ്റ്റായിരുന്നു.